അങ്ങനെ രാജകുമാരി നോക്കുമ്പോ ഒരു വലിയ സർപ്പം ഇങ്ങനെ തലയിലൊരു മാണിക്കക്കല്ലൊക്കെ വെച്ച് അങ്ങനെ എഴഞ്ഞത് മതിയെങ്കിൽ മതി, കഥ തീർന്നു. രാജകുമാരി അപ്പോഴെന്താ ചെയ്തേ? ഒന്നും ചെയ്തില്ല. പകുതി വഴി എത്തിയപ്പോഴേക്കും പാമ്പ് എഴുത്തിൽ നിർത്തിയില്ലേ, പിന്നെ രാജകുമാരിക്ക് എന്താ? എന്നാ വേറെ കഥ പറ കൊരങ്ങച്ചന്റെ. വേണ്ട, ഈ കഥ പറഞ്ഞാ മതി. പറയ് ചെറിയച്ച. നീ ചെറിയച്ചൻ കിടന്ന് ഉറങ്ങട്ടെ മോളെ. നേരെ എന്തായെന്നറിയോ? വേണ്ട, കഥ പറയാൻ പറയച്ച. കഥ പറയാൻ ഇവള് സമ്മതിക്കണില്ല കേട്ടോ. ഏട്ടാ, പാമ്പ് പകുതി വഴി കഴിഞ്ഞപ്പോഴേക്കും ഇവള് പറയാ ഇനി എഴേണ്ടാന്ന്. പാമ്പ് എഴിഞ്ഞ് എത്തിയാലല്ലേ രാജകുമാരിയെ കടിക്കാൻ പറ്റൂ. ആ അങ്ങനെ നീ പാമ്പ് എഴിഞ്ഞ് വരട്ടടി. നീ കിടന്ന് ഉറങ്ങി വിജയ. പാമ്പളെ കിടക്കാം. ഏട്ടൻ കിടന്നോ, ഇവരെന്റെ കൂടെ കിടന്നോളൂ. അവനെ മൂത്രം ഒഴിപ്പിച്ചിട്ട് കിടത്തണം കേട്ടോ, ഇല്ലെങ്കിൽ അവൻ കിടന്നോളൂ. ഓടാ മുള്ളുവോ? ആ, മുള്ളിയാ നിന്റെ ശുന്നായി ഞാൻ പൊട്ടിക്കും. എന്നാ ഞാൻ കിടന്നോട്ടെ, നാളെ കാലത്ത് ഒഴിവ് ഇറങ്ങണ്ട. ഓ വേഗം എഴിഞ്ഞ് എത്തണ്ടേ? അങ്ങനെ എഴിഞ്ഞ് മോളിങ്ങോട് എഴിഞ്ഞേ.